മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ ദൈവ കരുണയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയം നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എടുത്ത ഉടമ്പടി മറന്നുകൊണ്ട് അലസമായ ജീവിതം നയിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, മരണം വരെയും നല്ലൊരു ഉടമ്പടി സാക്ഷിയായി പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ജീവിക്കുവാൻ ഈശോയെ അധിക അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോയെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ നോമ്പിലായിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പുത്തൻ ആത്മീയ ചൈതന്യം ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ ത്യാഗ പ്രവർത്തനങ്ങളോട് ചേർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ഉയർപ്പിൻ്റെ ആ വലിയ രഹസ്യം ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തു സാക്ഷ്യമായിട്ട് അത് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ഓരോ വചനങ്ങളും നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ അപ്പം അന്വേഷിക്കാൻ തോന്നണത് തന്നെ ഒരു ദൈവദാനമാണ്. ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കണ്ടെത്തിയെന്ന്. അപ്പം നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവം നമ്മളെ കണ്ടെത്തണത്. കാര്യം നമുക്കിപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അന്വേഷിക്കാൻ ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്ന പരിസരങ്ങളിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി ദൈവം നമ്മളെ കണ്ടെത്തുന്നതിൻ്റെ രീതിയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ജീവൻ നിയമാവർത്തനം 32:10. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണരാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു. താൽപര്യപൂർവം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. അപ്പോഴേ നമ്മളെ ഒരു പക്ഷേ ഈ മരുഭൂമിയുടെ അവസ്ഥ എന്താ? മരുഭൂമിയുടെ അവസ്ഥ എന്താണ്? തണൽ മരങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. തണലിനെ ഒരിക്കലും നമ്മൾ സ്നേഹിക്കരുത്, ശാശ്വതമായി സ്നേഹിക്കരുത്. തണലില്ലാതെ വളരാൻ പറ്റണം. ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്, തണലില്ലാതെ വളരാൻ പറ്റണമെന്ന്. അതറിയണമെങ്കിൽ യോന ഭയങ്കര എരിവെയിലത്ത് ഇരുന്നപ്പോൾ ദൈവം ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടിയുടെ അത് വളർന്നിട്ട് അതിന് തണലുണ്ടായപ്പോൾ
ഭയങ്കരമായിട്ട് യോനയ്ക്ക് സന്തോഷമുണ്ടായി, തണലുണ്ടായില്ല. അപ്പം തണൽ വരുമ്പോൾ എപ്പോഴായാലും നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ്? ഈ തണൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. തണൽ ദൈവം മാത്രമാണ്. ബൈബിളിൻ്റെ കറക്റ്റ് ബൈബിൾ എന്ത് രസമാണ്. കൈയടിച്ച ശ്രുതിയുടെ ഹല്ലേലൂയ. യോന 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. യോന 4:6-7. യോനായിക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. ഒരു തണല് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ആളിനെ. പക്ഷെ നമ്മൾ സന്തോഷത്തെ കല്യാണം കഴിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക്. കാരണം ദൈവം മാറിപ്പോവും. തണലാണ് ദൈവം എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് എപ്പോഴും നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്നുള്ള പഠനം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഒന്നും മറക്കരുത്. ജോലിയിൽ മതി മറക്കരുത്, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ മതി മറക്കരുത്. ഡിറ്റാച്ച്മെൻറ്റിൻ്റെ സന്ദേശം ഈ നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് ഈശോ പറയത്തില്ലേ? ഇവരാരാണ്? നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ, കർത്താവിൻ്റെ ഒരു വചനമാണ്, പീഡാനുഭവ കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. യോഹന്നാൻ 18:8. യോഹന്നാൻ 18:8. യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ കൂടെ നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അറിയാതെ ചിലപ്പോൾ ദൈവത്തിൻ്റെ പകരം അവരന്വേഷിക്കും. ഈ ഡിറ്റാച്ച്മെൻറ്റിൽ നമ്മളെപ്പോഴും തയ്യാറായാൽ മാത്രമേ ദൈവാനുഭവത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ സത്യസന്ധമായി ദൈവം കാണത്തുള്ളൂ. ഇതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. വിശ്വാസമല്ല വിഷയം. വിശ്വാസം ആർക്കും കൊടുക്കാം. പക്ഷേ വിശ്വാസത്തെ സത്യസന്ധമായ റെസ്പോൺസാണ് പ്രശ്നം. വിശ്വാസമല്ല പ്രശ്നം. ഇപ്പം സാറായോടും എബ്രാഹത്തിനോടും ഒരു കാര്യമല്ലേ പറഞ്ഞത്? അടുത്ത വസന്തത്തിൽ ഞാനിതിലേ പോവും, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും. പക്ഷെ ഒരാൾ ചിരിച്ചില്ലേ? ഒരേ വചനം പറയുമ്പോൾ അതാണ് വിഷയം. അപ്പോൾ വചനമല്ല പ്രശ്നം അവിടെ. വചനം എബ്രഹാം കേട്ടു, സാറ കേട്ടു. പക്ഷേ സാറ എന്ത് ചെയ്ത്? ചിരിച്ചു. അതാണ് ഒരു പ്രോബ്ലം വന്നത്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമല്ല വിഷയം, വിശ്വാസം സ്വീകരിക്കുന്ന വ്യക്തിയാണ് വിഷയം. ദൈവം ഈ ആളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നാമത്തിൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമ്മൾക്കിങ്ങനെ പറ്റിപ്പൊന്നും നടക്കത്തില്ല. പറ്റിപ്പ് നടക്കുക അത് എപ്പോഴും എനിക്ക് ഇത്രയും ഉടമ്പടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, പറ്റിപ്പുകാർ ഒരു 50% ഉടമ്പടി എടുത്തിട്ടുണ്ട്. പറ്റിപ്പുകാർ അവർക്കറിയത്തില്ല, അവരെ ബേസിക്കായിട്ട് ജന്മനാ പറ്റിപ്പുകാരാണ്. എല്ലായിടത്തും ചെന്നാലും ഒരു പറ്റിപ്പ് അവർ നടത്തും. തൻ്റെ പഠന കാര്യങ്ങളായാലും അത് തൻ്റെ എന്ത് വീട്ടിലെ വിഷയമായാലും ഉത്തരവാദിത്തങ്ങളായാലും അതെല്ലാം അവരുടെ ഒരു പറ്റിപ്പിലേ അവർ ചെയ്യത്തുള്ളൂ. അതെന്താ പ്രശ്നം? അതുകൊണ്ട് എന്ത് പറ്റുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് വളരെയേറെ ഈ ഒരു അപകടം നമുക്ക് അറിയണം. നമ്മളെല്ലാം നമ്മുടെ രീതിയിലാണ് ചെയ്യത്തുള്ളത്. അതാണ് ഒരു അപകടം ഇതിൻ്റെ അകത്ത് വരണത്. ദൈവമാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ തുണി കഴുകാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാശ് നിങ്ങളെടുത്ത് നിങ്ങൾ വിചാരിച്ച് ഭർത്താവല്ലേ നമ്മുടെ ആളല്ലേ, ഞാൻ തന്നെ ഭർത്താവ് തന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കാശെടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും നമ്മൾ പറയും. പക്ഷേ ഭജന ഇത് അഡ്മിറ്റ് ചെയ്യത്തില്ല, ഭജന സമ്മതിക്കത്തില്ല ഈ സംഭവം. അതറിയണമെങ്കിലേ നമ്മുടെ ഈ പ്രഭാഷണം എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. പ്രഭാഷകൻ 41:19. സ്വന്തം സ്ഥലത്ത് നിന്ന്
മോഷ്ടിക്കുക, മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ്. ഇതാണ് അവസ്ഥ. സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അത് നമ്മുടെ സ്വന്തമല്ലേ. പക്ഷെ സ്വന്തം സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും മോഷ്ടിക്കുക ലജ്ജാകരമാണെന്ന്. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ഈ വിഷയം നമുക്ക് ഹാഫ് ബോയിൽഡ് എഗ് എന്നൊക്കെ പറയത്തില്ലേ. നിങ്ങൾ ഇപ്പോൾ അമ്മയോട് നിങ്ങൾ മുട്ട വാട്ടി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങി വേണം വാട്ടിയത് വേണം എന്നൊക്കെ ചോദിക്കത്തില്ലേ. അവിടെ അമ്മ ചോദിക്കും. കാര്യം ഓരോ കുഞ്ഞുങ്ങൾ ഓരോ ടൈപ്പാണ്. ചില വാട്ടിയത് കഴിക്കത്തുള്ളൂ, ചില പുഴുങ്ങിയേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഹാഫ് ബോയിൽഡ് എന്ന് പറഞ്ഞ സാധനം, വാട്ടിയ മുട്ട, വചനത്തിൽ വാട്ടിയ വചനങ്ങളില്ല. ശരിക്കും ഒറ്റ സംഭവമേ ഉള്ളൂ, സത്യവചനം. ഇത് വിശ്വസ്തതമായിട്ട് വരുന്നൊരു വിഷയമാണ്. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവം പറയും, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം ഉടനെ പറയും വിശ്വസ്തത എന്ന് പറയും. ഇതിന് റെഡിയാണെങ്കിൽ ഉടമ്പടി ഇടിമിന്നൽ പോലെ പിടിക്കും, പെട്ടെന്ന് പിടിക്കും. നമ്മൾ ഉടമ്പടി എന്ന് കർത്താവ് ഞാൻ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. കർത്താവ് ഞാൻ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഈശോ പറഞ്ഞു ഫിഡലിറ്റി എന്ന് പറയും. ഫെയ്ത്ത് എന്ന് പറയത്തില്ല, വിശ്വാസം എന്ന് പറയത്തില്ല. ഉടനെ ഈശോ പറയും ഫിഡലിറ്റി എന്ന് പറയും. കാര്യം ഉടമ്പടി ബയലാറ്ററലാണ്. അവിടെ വിശ്വാസത്തെക്കാൾ ഉപരി വേണ്ടത് ഇപ്പം പ്രാർത്ഥനയ്ക്ക് വിശ്വാസം മതി, ഉടമ്പടിക്ക് ഉഭയകക്ഷിയാണ്. രണ്ട് കക്ഷികളുണ്ട്. അവിടെ വേണ്ടത് വിശ്വാസമല്ല, പിന്നെന്താണ്? വിശ്വസ്തതയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം 78:37 സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 78:37. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല, അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. അതാണ് വിഷയം. പ്രാർത്ഥനയിലെ ഒരു ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. ദൈവത്തോട് ചേർന്ന് നിന്നില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് ചില സ്ഥലത്ത് ഉത്തരം കിട്ടും. ഉടമ്പടി അങ്ങനെയല്ല. ഉടമ്പടി ഉദ്ദേശിക്കുന്നത്, ഉടമ്പടി ഒരു പ്രാർത്ഥനയേക്കാൾ ഉപരി ദൈവമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ദൈവവിളിയാണ്. നിങ്ങളവിടെ ജപ്തി നടപടിയും ജോലിയൊക്കെ പറയുമെങ്കിലും ബേസിക്കായിട്ട് ഉടമ്പടി ലക്ഷ്യം നമ്മുടെ ജപ്തി നടപടി മാറുകയും അതുപോലെ തന്നെ കല്യാണം കഴിക്കുകയൊന്നുമല്ല. മറിച്ച് എന്താണ്? ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ദൈവവിളിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, ഉടമ്പടി വഴി അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, ചേർന്ന് ജീവിക്കാൻ വിശ്വസ്തതയുടെ പ്രത്യേക ജീവിതം തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ വിശ്വസ്താപൂർവം പാലിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാം ദാനമായിരിക്കെ. Take the word of God. Hallelujah. 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 യേശുവേ നന്ദി നന്ദി നന്ദി. Hallelujah. 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 യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം. 1 കൊരിന്തോസ് 4:7. 1 കൊരിന്തോസ് 4:7.
നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? ഇതിൻ്റെ ഈ വചനം ഒരിക്കലും മറന്നു പോകരുത്. കാര്യം ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്, അല്ലേ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് നോട്ട് ബൈ മെരിറ്റ് പറഞ്ഞില്ലേ? മെരിറ്റിൽ ദൈവം വർക്ക് ചെയ്യാത്തത് എന്താണെന്നറിയാമോ? ഈ വചനത്തിലുണ്ടത് 1 കൊറിന്ത്യൻസ് 4:7. മെരിറ്റിൽ നമ്മൾ ആശ്രയിച്ച, ഇപ്പം ആൾക്കാരെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മെരിറ്റിലും ആശ്രയിക്കും. നമുക്ക് മാർക്കുണ്ടല്ലോ, നമുക്ക് FD-യിൽ പണം കിടക്കുന്നുണ്ടല്ലോ, നമ്മുടെ മക്കളെല്ലാം നല്ല ജീവിതമാണല്ലോ, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വശം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു കാല്, ഒരു ലെഗ്, 1 ലെഗ് മെരിറ്റിലാണ് എപ്പോഴും. ഇതുകൊണ്ട് ഈ ഗ്രേസിലുള്ള ലെഗ് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ പകുതി മെരിറ്റിലും, ആൾക്കാരെങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കണം, അങ്ങനെയാണല്ല, താൻ പാതി പറയും. പക്ഷേ ബിബ്ലിക്കലായിട്ടത് ഒക്കത്തില്ല. ബിബ്ലിക്കലായിട്ടത് എല്ലാം ദാനമാണെന്ന് പറഞ്ഞത്. എവരിത്തിങ് ഇസ് ഗ്രേസ് എന്നാണ്, മെരിറ്റ് എന്നല്ല പറയണത്. എല്ലാം ദാനം. നിൻ്റെ മക്കൾ ദാനം, നിൻ്റെ ആരോഗ്യം ദാനം. ഇപ്പം തന്നെ എന്താ പറയണത്? ശൂന്യത ഓരിയിടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയല്ലേ? മരുഭൂമിയിൽ നീ എന്നെ കണ്ടെത്തുകയല്ലേ ചെയ്യണത്, ഞാൻ നിന്നെ കണ്ടെത്തിയെന്നാണ് വചനം. ആ വചനം ഭയങ്കര രസമാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക കടത്തിൻ്റെ ഒരു കാലമാണെന്ന് ചോദിച്ചത്, നിങ്ങൾ മരുഭൂമിയിലാണ്, നിങ്ങളുടെ തണലില്ല അവിടെ. കാര്യം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളെ കടത്തില്ല. തണലെങ്ങനെ ഉണ്ടാണ്? അപ്പോൾ നിങ്ങൾ മരുഭൂമിയിലാണ്. പക്ഷെ നിങ്ങൾ മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾ ഉടമ്പടിയിലാണ്. അതാര് കണ്ടെത്തിയതാ? ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കണ്ടെത്തി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിന്, കരുതലിന് നന്ദി പറയുന്നു. പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലകം നിന്നെ വഹിച്ചതാണേ. നോവിനുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലകം നിന്നെ വഹിച്ചതാണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തനം 7:9 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ഇതിപ്പോൾ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉടമ്പടി ആർക്കാണ് എടുക്കാൻ പറ്റണത്? വിശ്വസ്തത
എന്ന് പറയുന്നത് ദൈവസ്നേഹം ഉണ്ടെങ്കിലേ വിശ്വസ്തത ഉണ്ടാകത്തുള്ളെന്ന്. സാങ്കേതിക വിശ്വസ്തത, ടെക്നിക്കൽ ഫിഡലിറ്റി നമുക്ക് വേണേൽ കാണിക്കാം. ടെക്നിക്കൽ ഫിഡലിറ്റി. അപ്പോൾ ഈ രാജാക്കന്മാർ തമ്മിൽ പൊളിറ്റിക്കൽ ഫിഡലിറ്റി ഇല്ലേ, രാജ്യങ്ങൾ തമ്മിൽ കാണിക്കുന്ന ഡിപ്ലോമാറ്റിക് ഫിഡലിറ്റിയാണ് ടെക്നിക്കൽ ഫിഡലിറ്റി, നയതന്ത്രപരമായ വിശ്വസ്തത. അപ്പം നയതന്ത്രമായ വിശ്വസ്തത നമുക്ക് അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഫിഡലിറ്റി, നയതന്ത്രപരമായ വിശ്വസ്തത ദൈവവുമായിട്ട് സാധിക്കത്തില്ല. സാങ്കേതിക വിശ്വസ്തത എന്ന് പറയും അതിനെ. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ബൈബിൾ എന്താ ചെയ്യണത്? ദൈവ വിശ്വസ്തതയെ ദൈവസ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രമിക്കുന്നത് വിശ്വസ്തതയ്ക്കല്ല ശ്രമിക്കേണ്ടത്. എന്താണ്? ദൈവത്തോട് ഏകപക്ഷീയമായ സ്നേഹം ജനിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണില്ലേ? ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കടുത്ത വിശ്വസ്തതയിലാണ് അങ്ങനെ ചെയ്യണത്. ചില ആൾക്കാർ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലാണ് അങ്ങനെ. അതാണ് ടെക്നിക്കൽ വിശ്വസ്തത എന്ന് പറയണത്. ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ അങ്ങനെ അവർ ചെയ്യും. പക്ഷെ അതിന് ടെക്നിക്കൽ വിശ്വസ്തത എന്ന് പറയും. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഉടമ്പടിയിലെ വിശ്വസ്തത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവ് ആണ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിശ്വസ്തത കാണിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേറെ ഒരു കണ്ടീഷനൊന്നുമില്ല, വേറെ കണ്ടീഷൻസൊന്നുമില്ല. ദൈവം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള വ്യക്തിപരമായ സ്നേഹത്താൽ വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയോടെ മനസ്സിലുണ്ടാകണം. ഈ സ്നേഹത്തിനൊരു കുഴപ്പമുള്ളത് കണ്ടുകഴിഞ്ഞാൽ ഈ സ്നേഹം ചില സമയത്ത് തണുത്തു പോകും. സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല ചൂടുള്ള സ്നേഹത്തിൻ്റെ ചൂട് നിലനിർത്താൻ നോക്കണം നമ്മൾ. അല്ല നമ്മുടെ ഭാഗത്ത് ചെയ്യണം. സ്നേഹം അതായത് ഇങ്ങനെ ആക്ഷൻ ഇല്ലാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മൾ അടപ്പില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്നു 2 ദിവസം 3 ദിവസം 2 ദിവസം. ഇപ്പോൾ പണ്ട് ഇപ്പോഴല്ലേ നിങ്ങൾ അടപ്പിലേക്ക് തിരിച്ചു വരുന്നത്? യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും അടപ്പിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇത് അപ്പുറത്തെ ഹോട്ടലിലൊക്കെ മുറ്റത്തിട്ട് വിറക് കൊണ്ട് പഴയ കഞ്ഞി വെക്കണവർ. അപ്പോൾ അടപ്പിലേക്ക് മനുഷ്യൻ തിരിച്ചു വരികയാണ്. ഇത് എല്ലാത്തിലേക്കും തിരിച്ചു വരേണ്ടി വരും. എല്ലാത്തിലേക്കും കാലങ്ങൾ ചെല്ലുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിലേക്കും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതിലേക്ക് തിരിച്ചു വരേണ്ടി വരും. പണ്ടൊക്കെ അടപ്പൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് വിട്ടുപോയാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അടപ്പ് കല്ലൊക്കെ പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇരട്ടവാലൻ പുതിയ ആൾക്കാരൊക്കെ താമസം തുടങ്ങും അവിടെ. കാര്യം അടപ്പ് തണുത്തത് കൊണ്ടാണ്. അടപ്പ് തണുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ചാൽ വേറെ ആൾക്കാർ കയറി അതിൻ്റെ താമസിക്കും. അതിൻ്റെ മെയിൻ ആളാണ് ഇരട്ടവാലിനും തേരിട്ടയൊക്കെ. ഇതുപോലെയാണ് ദൈവത്തോടുള്ള സ്നേഹം തണുത്താൽ വേറെ താല്പര്യങ്ങൾ കയറി വരും. അതെപ്പോഴും നമ്മൾ സാധാരണ സ്നേഹം എപ്പോഴും ചൂടായിട്ട് നിലനിർത്തണം. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് തണുത്താൽ വേറെ താല്പര്യങ്ങൾ കയറി വരും. ദൈവമാണെങ്കിൽ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യത്തില്ല, ഒരു കോംപ്രമൈസും ഇല്ല. അത് എപ്പോഴും എൻ്റെ കാര്യം ഈ പുത്രനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ കാരണം, തൻ്റെ ഏകജാതനെ തന്നെ നൽകിയിരിക്കുന്ന കാരണം, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള വചനത്തിന് അങ്ങനെയുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള നിലപാടാണ്. അതാണ് വിഷയം. അങ്ങനെയുള്ളവർ, അതായത് അത് സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ മാത്രം
വിശ്വാസത്തിൽ ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ പറയാറില്ല, വ്യഭിചരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വ്യഭിചരിക്കാൻ കേട്ടോ, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ബൈബിൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. വ്യഭിചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ഭജനമാണ് പറഞ്ഞത്. നിങ്ങളെ ഭാഗമൊന്നും എടുത്ത് കേട്ടോ, കക്കണേ കക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയും. എന്താ ആരോടാ പറയണത്? ദൈവം ചില ആൾക്കാരുടെ പേര് വിട്ടു. കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ ഇവരെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കളയും. ഇനി നിനക്ക് കൽപ്പനയൊന്നുമില്ല, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അങ്ങനെയുള്ള കൽപ്പനകളെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്, നിനക്ക് നിൻ്റെ ജീവിതം എന്ന് പറയും. വെച്ചാൽ സൈ കെട്ടിട്ട് കട്ട് ചെയ്ത് കളയണതാണ്. വചനം വെളിപാടാണ് ലാസ്റ്റ് കർത്താവിൻ്റെ പുസ്തകമുള്ളത്. അവിടെ ഈ ആളെ പുറത്താക്കിയിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. അപ്പോൾ അവസ്ഥ മനസ്സിലായില്ലേ? വെളിപാട് 22:11 ലാസ്റ്റ് അധ്യായമായി. എന്താ വെളിപാട് 22:11 കേട്ടോ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. ഇത്രയും നാളെ പറഞ്ഞത് എന്താണ്? ഈ 3 ലക്ഷം വാക്കുകളുണ്ട് ബൈബിളിൽ. 4000 കൊല്ലം എടുത്താണ് ഇത് വെളിപ്പെടുത്തിയത്. ഈ 4000 കൊല്ലം പറഞ്ഞുകൊണ്ടിരുന്നത് അനീതി ചെയ്യരുതെന്നാണ് പറയണത്. അവസാനം കയറി തട്ടണ കണ്ടില്ലേ? എന്താ പറയണത്? കൽപ്പനയെല്ലാം പിൻവലിക്കുന്നു. എല്ലാവരുടേതും അല്ല. നേരത്തെ പറഞ്ഞ പോലെ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അവർക്കുള്ള കൽപ്പനകൾ പിൻവലിക്കുന്നു. നിങ്ങൾക്ക് എന്താ മനസ്സിനിണങ്ങിയത്? അബോർഷനെങ്കിൽ അബോർഷൻ, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം, 5 കെട്ടുകയാണെങ്കിൽ 5 കെട്ടുക, എന്താണെന്ന് വെച്ചാൽ കാണിക്കുക. നോക്കി അത്രയും ക്ലിയറാണ് സംഭവം. അവിടെ വെച്ചാൽ എല്ലാം ക്ലിയർ. എന്ന് വെച്ചാൽ കണക്ക് തീർക്കുകയാണ്. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ പേടി തോന്നും ശരിക്കും. എന്നുവെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ദൈവം കൂട്ടണത് ഭീരുക്കൾ എന്നാണ്. ഭീരുക്കൾ പിന്നെ എന്താണ്? ഇങ്ങനെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ വചനം പാലിക്കാനുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ്. അവരെ വചനം വിളിക്കുന്നത് ഭീരുക്കളെന്നും അവിശ്വാസികളെന്നാണ് വിളിക്കുന്നത്. അവർക്കുള്ള മറുപടിയും മരുന്നുമൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഭീരുക്കൾ, അവിശ്വാസികൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം. ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. വെളിപാട് 21:8. വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ ഈ രണ്ടാമത്തെ മരണത്തിന് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരോടാണ് കൽപ്പന. പിന്നെ പ്രമാണം ഇല്ലെന്ന് പറയണത്. പ്രമാണം ഇല്ല. കൊടുത്ത പ്രമാണം പിൻവലിച്ചിട്ടാണ് ദൈവം വചനം അവസാനിക്കുന്നത്. ഈ സമൂഹം ഇവിടെ ഉണ്ടായത് പ്രമാണം കൊടുത്താണ് ഉണ്ടാക്കിയത്. സീനായി മലമുകളിൽ വെച്ചുണ്ടായ സമൂഹമാണ്. അത് പിന്നീട് നവീകരിക്കപ്പെട്ടത് സീനായി മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവജനം വാഗ്ദാന നാട് പ്രാപിച്ചതിന് ശേഷം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവ് വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൊടുക്കുന്നത് മലമുകളിലാണ്. അവിടെ വെച്ച് സുവിശേഷ ഭാഗ്യങ്ങൾ കൊടുക്കും. ഈ സുവിശേഷ ഭാഗ്യങ്ങളാണ് നമ്മൾ ജീവിക്കണത്. എന്നിട്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് ജനം പോവുകയാണ്. പക്ഷേ സുവിശേഷ ഭാഗ്യങ്ങൾ കൊടുത്തിട്ടും ചില ആൾക്കാർ അവരവരുടെ വഴികൾക്ക് തന്നെ പോകും. അപ്പം അവരെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യണതാണ് കാണുന്നത്. ഇനി പ്രമാണമെല്ലാം പിൻവലിക്കുകയാണ്. പ്രമാണം പിൻവലിച്ചു എന്നിട്ട് പറയും നിങ്ങളുടെ വഴികളിലേക്ക് പോയിക്കൊള്ളാൻ പറയും. വളരെ കൃത്യമായിട്ടാണ് ബൈബിള് വളരെ ഷാർപ്പ് ലാൻഡിങ്ങാണ് ചെയ്യണത്. അത് അവസാനമാണ് ഇത് പറയണത്. ബൈബിളിപ്പോൾ അവസാനിക്കും.
അപ്പോൾ അവിടെ വെച്ച് അതൊക്കെ മുമ്പ് തന്നെ ഈ വിഷയത്തിലെല്ലാം തീരുമാനമായിട്ട് പിരിയും. എൻ്റെ മക്കൾ, നമ്മൾ ഒരു പാപത്തിനെങ്കിലും എതിരെ നമ്മൾ ചേർത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ചാൽ, കാര്യം നമ്മളെ പേടി വരണതിൻ്റെ കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ഒത്തിരി കാരണങ്ങളില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരമായിരിക്കും. അതാണ് സംഭവം. 1000 കാരണങ്ങളില്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്. ഓരോരുത്തരും മരിക്കണ മുമ്പ് അവരുടെ കുറ്റങ്ങളൊക്കെ എഴുതി വെച്ച് വായിക്കത്തില്ലേ? അങ്ങനെ വായിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ പറഞ്ഞത് അവൻ തൻ്റെ അമ്മയോട് പറഞ്ഞതാണ്. എന്താണ്? അവൻ തൻ്റെ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അത്രയേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യൻ പറയും അത് പാപം അല്ലെന്നൊക്കെ പറഞ്ഞാലും മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആണെന്ന് പറയാം, അല്ലെന്നൊക്കെ പറയാം. പക്ഷെ ദൈവം ഒരിക്കലാണെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെന്ന് പറയുന്നവർക്ക് അല്ലെന്ന് പറയുന്ന വഴികളിലൂടെ പോകാനൊരു പ്രശ്നമില്ല. അവരെ ഭീതികളും അവിശ്വാസികളുമായിട്ട് ദൈവം കൂട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു ക്വാളിറ്റേറ്റീവിൽ എബവ് ആയിട്ടുള്ളൊരു സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ബിൻഡോ എന്നാണ്. ബിൻഡോ. ഞാൻ അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ ബിൻഡോ അന്ന് ടെക്സാസിലുണ്ട്. അപ്പോൾ അദ്ദേഹം ആ ധ്യാനം കൂടിയെന്നാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഇവിടെ വെച്ച് പറയുമ്പോഴേ അറിയണത്. അപ്പോൾ അദ്ദേഹം അന്ന് വന്ന് ധ്യാനം കൂടി. അപ്പോൾ അദ്ദേഹം ധ്യാനം കൂടിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് അദ്ദേഹം ഒത്തിരി ധ്യാനം കൂടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിനൊരു നവീകരണം വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാ കൊല്ലുമ്പോഴും ധ്യാനം കൂടിയിരിക്കുന്നത്. പക്ഷേ ഈ അങ്ങനെ ഉടമ്പടി ധ്യാനമാണ് കൂടിയത്. ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ ഈ ബിൻഡോയ്ക്ക് ഒരു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യാശ കിട്ടി. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം പുള്ളിക്ക് 54 വയസ്സുണ്ട്. വൈഫിന് അവിടെ ജോലിയുണ്ട്. ഇദ്ദേഹം ഇപ്പം നാട്ടിൽ നിന്ന് അവിടെ ചെന്നിരിക്കണതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 5 മാസമായിട്ടും ജോലി കിട്ടിയില്ല. ജോലി കിട്ടാതിരിക്കാൻ കാരണം നിങ്ങൾക്ക് ഒരാളുടെ ശമ്പളത്തിൽ കാറിൻ്റെ EMI, പിന്നെ ഹൗസിൻ്റെ റെൻറ്റ്, പിന്നെ എല്ലാത്തിനും ബില്ലാണല്ലോ അവിടെ. അപ്പോൾ ഇത് നടന്നു പോകത്തെ, ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ വൈഫിന് ജോലി ഉണ്ടെങ്കിലും ചെറിയൊരു ശമ്പളമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഞെരുങ്ങുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ ഉടമ്പടിയിൽ ഇയാൾ ഈ 50 കമ്പനികൾക്ക് പുള്ളി ഈ റെസ്യൂം കൊടുത്തിട്ടുണ്ട്. 50 കമ്പനികൾക്ക്. ഒരു കമ്പനി ഇയാളെ വിളിക്കണില്ല, ഒരു കമ്പനിയും വിളിക്കണില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനികളുടെ സ്പെസിഫിക്കേഷൻ ഇയാളയിലില്ല. അതാണ് പ്രശ്നം. ഒരു കമ്പനി ആവശ്യപ്പെടുന്ന പ്രത്യേക യോഗ്യത ഇങ്ങർക്കില്ല. അപ്പം അതുകൊണ്ട് ബാക്കടിച്ച് പോവുകയാണ്. 50 കമ്പനി എന്ന് പോയി കഴിയുമ്പോൾ ഇതേ പണിയാണ് പുള്ളിക്ക്, റെസ്യൂം വിടുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് വന്ന് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടി ധ്യാനത്തിൽ പുള്ളിക്ക് പെട്ടെന്നൊരു പിടിവള്ളി കിട്ടി. എന്താ കാര്യം? ഉടമ്പടി ഇങ്ങയുടെ പ്രശ്നം എന്താണ്? 50 കമ്പനിയിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ കാരണം ഇങ്ങേരുടെ ജോലിക്ക് കമ്പനി ഉദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷൻ, നൈപുണ്യം ഇങ്ങർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഉടമ്പടിയിൽ എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് പുള്ളിയെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ബാധിച്ചു. കാര്യം നമ്മുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടോടുകൂടി ഈ ഹൂസ്റ്റലിലെ ധ്യാനം ഇത് മാത്രമല്ല, ഭയങ്കര ഗംഭീര വിജയമായിരുന്നത്. അതായത് ജനങ്ങൾ വളരെ നിശബ്ദരായി വന്നു, ടൈമിന് വന്നു, ധ്യാനം കഴിഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്നൊരു ധ്യാനമായിരുന്നത്. അപ്പം അതിലൊരാളാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ
ഉടമ്പടി കാര്യം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനുശേഷം ഈ ഉടമ്പടിക്ക് ശേഷം പുള്ളി ഒറ്റ കമ്പനിക്ക് മാത്രമേ റെസ്യൂം വിട്ടിട്ടുള്ളൂ. അത് ഉടനെ കോൾ ഫോർ ചെയ്ത്, അതാ വിഷയം. ഒരു കമ്പനിക്ക് മാത്രമേ പുള്ളിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തുള്ളൂ. പക്ഷെ ആ കമ്പനി പുള്ളിയെ വിളിച്ചു. പിന്നീട് അവർ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്യണത്, ഇങ്ങനെ റെസ്യൂം കൊടുത്തു കഴിഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ നടന്നാലും പിന്നെ ആപ്ലിക്കേഷൻ വിട്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ് ആൾക്കാർ ചെയ്യണത് എല്ലാവരും. പക്ഷേ ഇയാളുടെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഇനി നീ വിടണ്ടെന്ന് പറഞ്ഞു. അതാണ് വിഷയം. ഈ അമ്മയുടെ ഒരു രസമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്. എൻ്റെ മക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെട്ടൊക്കെയാണ് എല്ലാ ദിവസവും സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വസ്തരുടെ എണ്ണം കൂടുതലാണ്. കാര്യം അങ്ങനെ ഈ അവിശ്വസ്തരമായിട്ട് ഈ വള്ളം തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ വള്ളം ഈ അവിശ്വസ്തരമായിട്ട് തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിശ്വസ്തരെ ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും കുർബാന അടുപ്പിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എടുക്കരുതെന്ന് പറയും. എന്താ കാര്യം? അവർ വയറ്റിപ്പഴപ്പ് കൊണ്ട് തൽക്കാലത്തിൻ്റെ കാര്യസാധ്യത വേണ്ടി എടുക്കേണ്ടതാണ്. പക്ഷെ മറ്റുള്ളവരും പണിപിടിക്കും. കാര്യം 10 പേരെടുത്താൽ ആ വിശ്വസ്തരായ ആൾക്കാർക്ക് മാത്രമല്ലേ എടുക്കത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തള്ളപ്പെടത്തില്ലേ. അപ്പോൾ ഈ തള്ളപ്പെട്ട സാധനത്തിനെ പിശാച് ഉപയോഗിക്കും. നാട്ടിൽ പോയുമ്പോൾ പറയും, ഞാൻ ഉടമ്പടി എടുത്താണ്, എന്നിട്ട് കാര്യമൊന്നും നടന്നില്ലെന്ന് പറയും. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ശരിക്കും ഇവരെ പറയും, നിങ്ങൾ ആലപ്പുഴ വരാനുള്ള യോഗ്യതയില്ലാത്ത ആൾക്കാരാണ്, ദയവായിട്ട് ഉടമ്പടി എടുക്കരുതെന്ന് എല്ലാ ദിവസവും പറയും. കാര്യം അവിശ്വസ്തരുടെ എണ്ണം, ഇവരെന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി ഇരിക്കണവരാണ്. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കുറച്ചുകൂടി അവിടെ പാരിഷിൽ ബന്ധമുള്ളത് സ്പാനിഷ് പീപ്പിളുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞത് ഈ സ്പാനിഷ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. സ്പാനിഷ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. ടെക്സാസിലാണ്, അവിടെയുള്ള സ്പാനിഷ് പീപ്പിളുണ്ട്. അപ്പം അവരെ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്ത്, ഇദ്ദേഹം ഇവിടുന്ന് സ്പാനിഷ് പത്രം മേടിച്ചു. കൃപാസനത്തിൽ സ്പാനിഷ് പത്രം വാങ്ങിച്ചിട്ട്, അപ്പോൾ ഈ സ്പാനിഷ് പീപ്പിളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലെ സുഹൃത്തുക്കൾ സ്പാനിഷാണ് കൂടുതലും. അപ്പോൾ അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പാനിഷ് ഇങ്ങർക്കാണെങ്കിൽ മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ, ചെറുതായിട്ടൊക്കെ അറിയാം. 5 മാസമായി ചെന്നിട്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ പഠിച്ചിരിക്കുന്ന സ്പാനിഷ് അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം രാത്രി ഇരുന്ന് ഓരോ പേജ് എടുക്കും. ആ പേജിൽ ഇദ്ദേഹം കൃപാസനത്തെക്കുറിച്ചും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഇന്ത്യയിൽ നടക്കുന്ന ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചൊക്കെ പുള്ളി സ്പാനിഷ് ഭാഷയിൽ എഴുതി വെക്കും. എഴുതിയിട്ട് സ്പെയിൻകാരെ കാണുമ്പോൾ അദ്ദേഹം ഈ പത്രം കൊടുക്കും, അതിൻ്റെ കൂടെ ഈ ചീട്ടും കൊടുക്കും. ഇതാണ് വിശ്വസ്തത എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം നമ്മൾ പലരും പത്രം കൊടുക്കുമ്പോൾ ഒരാളെ കണ്ട് ദൈവമേ മേടിച്ചാൽ മതിയായിരുന്നു, മേടിച്ച് തീർന്ന്, അത് വായിക്കണമെന്ന് പോലും പറയത്തില്ല. ആ പത്രവും നിങ്ങൾ വായിക്കണമെന്ന് പോലും പറയത്തില്ല. കാരണം തൊല്ല കഴുത്തേന്ന് പോയില്ല, ഒരെണ്ണം കുറഞ്ഞ് കിട്ടിയല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇതാണെങ്കിൽ ദൈവമാണെങ്കിൽ ഇതുപോലുള്ള ഫ്രോഡിനെ കാത്തിരിക്കും. ഉടമ്പടി എടുത്ത് ഉടക്കം മേടിക്കുന്ന പാർട്ടിയാണ് അവർ. ഇതുപോലുള്ള ഫ്രോഡിനെ കാത്തിരിക്കും ദൈവം. പിന്നെ ഈ പ്രാർത്ഥനയല്ല, ഒരു പ്രാർത്ഥനയും കേൾക്കത്തില്ല. എന്താ കാര്യത്തിന് ബേസിക്കായിട്ട് നിങ്ങൾ ഫ്രോഡാണെന്നുള്ളത് നിങ്ങൾ ദൈവദർശനെ പറഞ്ഞല്ലോ. അതാണ് ഈ വിഷയത്തിന്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഉടമ്പടി എടുക്കുമ്പോൾ അതിന് ഈ വിശ്വസ്തതയ്ക്ക് പ്രധാനപ്പെട്ട എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അതിന് വിശ്വസ്തത വേണമെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വിശ്വസ്തത താനേ ഉണ്ടായിക്കൊള്ളൂ, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഈ നേഴ്സിംഗ് ഹോമില്ലേ, ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോകും. അപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ജോലിയുടെ രസം എന്ന് വെച്ചാൽ, ജോലി 2ാമത്തെ ഇൻ്റർവ്യൂ ഉണ്ടായി, 3ാമത്തെ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂ എല്ലാം സക്സസ് ആയിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം സക്സസ്സാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു 3 ഇൻ്റർവ്യൂ ഉണ്ടാകത്തുള്ളൂ സാധാരണ അമേരിക്കയിലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം സക്സസ്സായി.
അപ്പോൾ ഇയാൾക്ക് ഉടനെ അപ്പോയിൻമെൻറ്റ് കിട്ടും. പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കിടാതെ ഇരുന്ന് വെച്ചു. അപ്പോൾ ഇയാൾക്കത് വിഷമമായി. എങ്ങനെ അപ്പോയിൻമെൻറ്റ്? 4ാമത്തെ ഇൻ്റർവ്യൂവിന് ഇയാളെ വിളിച്ച്. 4ാമത്തെ ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, 4ാമത്തെ ഇൻ്റർവ്യൂ അങ്ങനെ വിളിക്കാറില്ല ഒരിക്കലും. അവർ പറഞ്ഞു, നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്ത് ഇൻകം ഇപ്പോൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്കുള്ള വരുമാന മാർഗം എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയണം, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ രഹസ്യം കൊടുത്തപ്പോഴേ ഇന്ത്യയിലുള്ള എനിക്ക് എൻ്റെ വരുമാന മാർഗങ്ങളെക്കുറിച്ച് അങ്ങനെ ആരും പറയാറില്ല, ഞാനും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആരും പറയാറില്ല, ഞാനും പറഞ്ഞില്ല. പക്ഷെ കമ്പനി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഓഡിറ്ററിനെ വിളിച്ച് പറഞ്ഞു, ആ ടാക്സ്, ഞാൻ അടക്കുന്ന ടാക്സും ആ അക്കൗണ്ടിൻ്റെ ഇൻകം, എൻ്റെ വരുമാന മാർഗവും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ മറച്ചു വെച്ച കാര്യങ്ങൾ വീണ്ടും കമ്പനിക്ക് കൊടുത്തു. ഇത്രയും ഇന്ന ഇൻകം എനിക്ക് കിട്ടണമുണ്ട്, ഇന്ത്യയിൽ നിന്ന് ആ വരുമാനം കിട്ടുന്നുണ്ട്, അതിൻ്റെ ടാക്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് കൊടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ പുള്ളി അപ്പോയിൻറ്റഡായി. ഇതിൻ്റെ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇപ്പോൾ ഈ ഉടമ്പടി അമ്മയാണ് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ചെറിയ പിശകെന്ന് പറയണത്, നമ്മളുടെ കൂടെ കഴിവ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഈ കള്ളത്തരം വരണത്. നമ്മുടെ കൂടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ജോലി കിട്ടിയതെന്ന് നമ്മുടെ മനസ്സിലൊരു അവബോധം, മനസ്സിലൊരു സാധനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കള്ളത്തരം കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ആൻഡ് ഫുൾ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ആയത് കാരണം ഒരു കോംപ്രമൈസും ഇല്ല. ഇയാൾ മറച്ചു വെച്ച ടാക്സ് വരെ പറയേണ്ടി വന്ന്. അപ്പോൾ സംഭവം സത്യമായി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വിത്തിൻ നോ ടൈം. ഞാൻ പറഞ്ഞില്ലേ, ഉടനടി പരിഹാരം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതുപോലെ എല്ലാ വിഷയങ്ങളും ദൈവമായിട്ടുള്ള ഡീലെല്ലാം നമ്മളെ മനുഷ്യന്മാരുമായിട്ടുള്ള ഡീലേ നമുക്കറിയത്തുള്ളൂ. അതാണ് ഈ അബദ്ധം മുഴുവൻ പറ്റുന്നത്. അതാണ് മനുഷ്യന്മാരുടെ മാത്രമായിട്ട് ഡീലേ അറിയാൻ പാടുള്ളൂ. ഇപ്പോൾ എബ്രഹാം തന്നെ ഭാര്യനെ കൊണ്ടുവച്ചും പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ, അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഡീലാണ്. എബ്രഹാം കള്ളത്തരം പറഞ്ഞില്ലേ, പിന്നെ അത് വലിയ പ്രശ്നമായി അവിടുന്ന്. അപ്പം അതുപോലെ മനുഷ്യന്മാരുമായിട്ടുള്ള ഡീലാണ് നമുക്കറിയണത്. ദൈവമായിട്ടുള്ള ഡീലെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു സാധനം മറച്ചു വെക്കാൻ പറ്റത്തില്ല, സത്യസന്ധമായിരിക്കണം. അപ്പം അതുകൊണ്ട് അത് സത്യസന്ധമായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഓക്കെ ആയി. പക്ഷെ അയാൾ അതിനേക്കാളും കുറച്ചുകൂടി സത്യസന്ധനായ മനുഷ്യനാണ്. ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത 54 വയസ്സുകാരനാണ്. പക്ഷേ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്, ആ ജോലിയിൽ ഇയാൾക്ക് അതിനേക്കാൾ ഹൈക്കായിട്ടുള്ള ശമ്പളമാണ് കിട്ടണത്. അപ്പോൾ ശമ്പളം ഒരു 10-40% കൂടുതലാണ് ഇപ്പോൾ കിട്ടുന്നത് ശമ്പളം. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് മനുഷ്യനും നമ്മളും ദൈവവുമായിട്ടുള്ള മാതാവിൻ്റെ മധ്യസ്ഥത്തിലുള്ള ഒരു വളരെ ജൈവമായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലാതെ ഒരു സാങ്കല്പിക വിഷയമല്ല. ചില ആൾക്കാർ ചോദിക്കും, ദൈവത്തിന് ഇതെല്ലാം നോക്കാൻ നേരമുണ്ട്. അതാണ് വിഷയം. ദൈവത്തിന് ഇതെല്ലാം നോക്കാൻ നേരമുണ്ട്. അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ മനുഷ്യൻ അറിയാവുന്നതുകൊണ്ടാണ് നിൻ്റെ മുടിനാര് പോലും എണ്ണി വെച്ചിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതാണ് വിഷയം. നിൻ്റെ മുടിനാര് പോലും എണ്ണി വെച്ചിരിക്കണം നീച്ച പറയാൻ കാര്യം എന്താണ്? നമ്മൾ ദൈവത്തെ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ആവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി നമ്മളുടേതായിട്ടുള്ള സൂത്രപ്പണികൾ ചെയ്യും. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ സത്യസന്ധമായ ഒരു മാർഗത്തിലൂടെ ആണ് ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ. ഇപ്പോൾ ഈ മനുഷ്യൻ തന്നെ പറയണത്, അദ്ദേഹം വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വർക്ക് അറ്റ് ഹോം കിട്ടും, അല്ലെങ്കിൽ കമ്പനി പോകണം. പക്ഷേ ചൊവ്വാഴ്ച കൃത്യമായിട്ടും ഈ ധ്യാനം കൂടും പുള്ളി. കഴിഞ്ഞ ദിവസം ധ്യാനം കൂടാൻ വേണ്ടിയുള്ളൊരു കൈപൊക്കാൻ പറഞ്ഞപ്പോൾ 5-10 പേരാണ് കൈപൊക്കിയത്. അപ്പോൾ കാര്യം ഉടമ്പടി എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, ഇതിൻ്റെ അപ്ഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടണം. എല്ലാ ചൊവ്വാഴ്ച ഒരെണ്ണം കൂടണം. ഇത് കൂടിയിട്ടില്ല.
ഇത് കൂടാത്തത് കാരണം എപ്പോഴും അപ്പം തന്നെ ഉടമ്പടി ബ്രേക്കായില്ലേ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ദൈവത്തോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾ മറന്നിട്ട് കാര്യമില്ല, ദൈവം അത് ഓർത്തിരിക്കും. അതനുസരിച്ചുകൊണ്ട് ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ വൈകും. ഇപ്പം ഈ മനുഷ്യൻ എന്താണ്, ആതുര സേവനത്തിന് പോകണം. അപ്പോൾ ആതുര സേവനത്തിന് പോകുമ്പോൾ ആദ്യം അദ്ദേഹം കമ്പനി അയാളെ വിളിക്കണ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ ആഴ്ചയിൽ ഒരു ദിവസം ആതുര സേവനത്തിന് പോകും. ഭക്ഷണം വാങ്ങിച്ച് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി ആതുരാലയങ്ങളിൽ പോകും. അപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു, ആ സമയത്ത് എനിക്ക് ജോലിയില്ലല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ ആ 3 മണിക്കൂറുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്ത് പുട്ടപ്പ് ചെയ്ത് വിടാൻ പറ്റും. പക്ഷെ അതെടുക്കാതെ ആ 3 മണിക്കൂർ ജോലി ആതുര സേവനത്തിന് പോകും. അപ്പോൾ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുമെന്നുള്ളത്. അതായത് വിശ്വസ്തതയെന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ ഗുരുതരമായ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിലെ അങ്ങയോട് കാണിക്കേണ്ട വിശ്വസ്തതയ്ക്ക് ആവശ്യമായ ദൈവസ്നേഹവും ദൈവസ്നേഹത്തിന് ഉപോത്ബലമായ ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ഇതൊരു ഉപോത്ബലമായ അഭിഷേകമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടമ്പടിയിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് കാര്യങ്ങൾക്കാണ് അനുഗ്രഹമുള്ളത്, നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടത് അഭിഷേകമാണ്. പോസിറ്റീവ് കാര്യങ്ങൾക്കാണ് നമുക്ക് ഈ അനുഗ്രഹം മാത്രമല്ലേ അറിയത്തുള്ളൂ, അത് നമ്മൾ എപ്പോഴും ദൈവത്തോട് അനുഗ്രഹമേ ചോദിക്കത്തുള്ളൂ. പക്ഷേ ജീവിതം അങ്ങനെ, ജീവിതം ഇപ്പം രാത്രിയാകാൻ പോവുകയാണ്. ഈ രാത്രി മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ പകൽ വരും, ഇല്ലേ? അപ്പം ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാലം മാത്രമല്ല, പ്രകാശകാലം മാത്രമല്ല, ഇരുട്ടിൻ്റെ കാലവും ഉണ്ടാകും. മിക്സ് ചെയ്താൽ ഇത് വരണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇപ്പം ജോലി കിട്ടണം. ജോലി എന്താണ്? അനുഗ്രഹമല്ലേ? അല്ലേ? അനുഗ്രഹമല്ലേ? മകളുടെ കല്യാണം നടക്കണം, അതെന്താണ്? അനുഗ്രഹമല്ലേ? ഫിസിക്കൽ ഫേവേഴ്സ്. നിങ്ങൾക്ക് നല്ല പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് നല്ല മാർക്ക് കിട്ടണം, അത് അനുഗ്രഹമല്ലേ? അപ്പോൾ ഇതെല്ലാം അനുഗ്രഹമാണ്. ഇനി വീടിൻ്റെ ജപ്തി മാറണം, അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ലോൺ കിട്ടണം. അതൊക്കെ ഇപ്പോൾ ലോൺ കിട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. പക്ഷേ വീടില്ലാതെ ഒന്ന് ജീവിച്ച് നോക്കണം, വരും അറിയും. വീടില്ലാതെ ജീവിച്ച് നോക്കണം. പണ്ട് ഇപ്പോഴത്തെ അപ്പന്മാരൊക്കെ ജീവിച്ചിരുന്ന പണ്ടത്തെ പെരകൾ, നമ്മൾ ചോറ് തിന്നുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം വീഴുമായിരുന്നു ചോറ്റുപാത്രത്തിൽ. അവിടെയൊക്കെ മക്കളാണ് ഇന്ന് രസപ്പെട്ട അവരുടെ വേദനയും കഷ്ടപ്പാടും കൊണ്ടാണ് ഇന്ന് അപ്പന്മാർക്കൊക്കെ ഒരു മണ്ടത്തരം തോന്നി, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുതെന്ന്. അങ്ങനെയല്ലേ? അങ്ങനെ എല്ലാവരും പറയണത്, ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത്. പക്ഷേ മക്കൾ അനുഭവിക്കണേ, മക്കൾ നമ്മൾ അനുഭവിപ്പിക്കുന്നുണ്ട് ഇപ്പം. അതാണ് വിഷയം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത്. ഇപ്പം എന്ത് ചെയ്ത് മക്കൾ തിരിച്ച് നമ്മൾ അനുഭവിപ്പിക്കുന്നുണ്ട്. കാര്യം അവർക്ക് ചക്കി കുത്തി പത്താഴം പെറ്റു, ചക്കി കുത്തി അമ്മ വെച്ചു, ഞാനുണ്ടെന്ന് പറയത്തില്ലേ? അതാണ് ഞാനുണ്ട്. എങ്ങനെ ഉണ്ട്? അത് പത്താഴം പെറ്റെന്ന്. പത്താഴം പ്രസവിക്കണമെങ്കിൽ എന്തെല്ലാം പാടാരെങ്കിൽ ആ ചെള്ളയിൽ കിടന്നും വെയിലത്ത് കിടന്നും മഴയത്ത് കിടന്നൊക്കെ പണിയെടുക്കണ പത്താഴം പ്രസവിക്കത്തില്ല. അപ്പോൾ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ട് വരും. മക്കൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് 10-17 വയസ്സാകുമ്പോൾ പറയും, അതിന് അമ്മയും അപ്പനും കഷ്ടപ്പെട്ട് ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അവർ തിരിച്ചു ചോദിക്കും. അതല്ലേ അവർ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അതിന് അമ്മയും അപ്പയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അത് ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളുടെ കാലത്ത് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ജനിച്ച് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായിരുന്നു. അതാണ് വിഷയം. അവർ നമ്മളെ പറയാൻ പോലും അനുവദിക്കത്തില്ല. മക്കളെ പറയാൻ പോലും അനുവദിക്കത്തില്ല. കാര്യം അവർക്ക് നിങ്ങൾ ചോദിക്കണതെല്ലാം കൊടുത്തു. പെമ്മക്കളാണെങ്കിൽ പെമ്മക്കളെ മുഴുവൻ ചീത്തയാക്കിയിരിക്കണ ആരാണ് ചീത്തയാക്കണത്? അമ്മമാരല്ല, അപ്പന്മാർ ചീത്തയാക്കി. പെമ്മക്കളെ മുഴുവൻ ചീത്തയാക്കി കളഞ്ഞതും പെമ്മക്കൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കോപ്പറേറ്റത്തിന് പിന്നിലും അപ്പന്മാരുണ്ട്. നമ്മളെങ്ങനെ സ്റ്റാൻഡേ പിടിച്ചാലും അപ്പൻ
വേറെ ഒരു വഴി ഉണ്ടാക്കിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. അവരതിനെ വലുതായി കഴിഞ്ഞാൽ ഇത് തന്നെ ഇരിക്കും അവസ്ഥ. അപ്പന്മാർ കാണിക്കുന്ന ക്രിമിനലിസം ഭയങ്കരമാണ് ഈ പെൺമക്കളുടെ വിഷയത്തിൽ. പക്ഷേ അമ്മ സ്റ്റാൻഡേ പിടിക്കും. കാര്യം അമ്മ ഇവരുടെ സ്വഭാവങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ മോശമായിട്ടും നന്മയായിട്ടും പറയുകയല്ല. ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലൽ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും അല്ലൽ അനുഭവിക്കുന്ന രീതിയിൽ അവരത് നമ്മൾ ഒരുമിച്ച് സഹിച്ചു പോകണം. അല്ല അവരൊന്നും അറിയിക്കാതെ നിങ്ങൾ നടന്നൊരു കാര്യമില്ല. ശരിക്കും അവരൊന്നും അറിയിക്കാതിരുന്നൊരു കാര്യമില്ല. അവരറിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാനെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടാത്ത ഒരു നിലപാടെടുക്കണമെന്ന് അറിയാമോ? ദൈവമായിട്ട് നിങ്ങൾ ഒരു റിലേഷനിലായ പിന്നെ അവിടെ ഇവിടെ ഒട്ടിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായി നിങ്ങളുടെ അപ്പനെന്ന രീതിയിൽ അമ്മയെന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. ഒരു പരിധി കഴിഞ്ഞ് എന്താ അങ്ങനെ വരണമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല. ചില സമയത്ത് പൊടുന്നനെ ബൈബിൾ അങ്ങനെ ഒരു വാക്കുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. 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 യേശുവേ നന്ദി. മഹത്വം. 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 ഹല്ലേലൂയ. മഹത്വം. ആരാധന. ആരാധന. യേശുവേ ആരാധന. മത്തായി 24:29. മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം തരികയില്ല. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ സ്റ്റുഡിയോയിൽ ഡെയിലി ബ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് ഈ പൊടുന്നനെ എന്നുള്ള വാക്ക് പറയണത്. അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. ലൈഫ് എപ്പോഴും ഒരേ രീതിയിൽ പോകത്തില്ല. നമുക്ക് തോന്നും ഇങ്ങനെ നമ്മളിങ്ങനെ ശാന്തമായി ഇങ്ങനെ പോകും, ഇതിങ്ങനെ മരണം വരെ പോയിക്കൊള്ളും എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. പെട്ടെന്ന് ആകസ്മിക ട്വിസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതാണ് പൊടുന്നനെ എന്ന് പറഞ്ഞത്. പൊടുന്നനെ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് ഉള്ളത് കാരണമാണ് ഈ പൊടുന്നനെ എന്ന് വാക്ക് വരണത്. നമ്മൾ എപ്പോഴും ഒരു പ്രീസപ്പോസ് ചെയ്യണം. ജീവിതം ഇപ്പം സ്മൂത്താണെങ്കിലും നാളെ അത് സ്മൂത്ത് ആകത്തില്ല. ജീവിതം ഇപ്പം സ്മൂത്താണ്, ഓക്കെ, നാളെ സ്മൂത്താകണമെന്നൊരു നിർബന്ധമില്ല. അപ്പം നാളെ സ്മൂത്താകാത്തത് പൊടുന്നനെ ആയിരിക്കും സംഭവിക്കണത്. പക്ഷെ പൊടുന്നനെ ആണ് സംഭവിക്കുന്നത്. ഇപ്പം നമുക്കൊരു ബമ്പുണ്ട്, ഒരു ഹമ്പുണ്ട് റോഡിലൂടെ പോകുമ്പോൾ. ആരാണ് ബമ്പെ ഇടിച്ച് തെറിച്ച് പോണത്? ആരാണ്? വല്ല തൃശ്ശൂർക്കാരും കാസർഗോഡുകാരും ആലപ്പുഴക്കാരും തിരിക്കത്തില്ല. ആലപ്പുഴത്തെ ബമ്പെ തിരിക്കുക ഇല്ല. നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരിയും ചെല്ലുമ്പോൾ നമ്മൾ ബമ്പ് വരുമ്പോൾ പടയെന്ന് തെറിച്ചു പോരുന്നത്. എന്താ കാര്യം? നമുക്കവിടെ എവിടെയാണ് ബമ്പെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ റോഡ് പോലെ ഇങ്ങനെ കിടക്കണ കാരണം ഫ്ലാറ്റായിട്ട് ഓടിച്ചു പോകും. പെട്ടെന്നൊരു ബമ്പ് വരും. ചിലപ്പോൾ മാർക്ക് പോലും ചെയ്ത് കാണത്തില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ട്വിസ്റ്റിംഗ് ഉണ്ടാകും ചിലപ്പോൾ. അപ്പം ഒരു മുന്നറിവ് എപ്പോഴും ഉണ്ടാകണം നല്ലതാണ്. അതാണ് ഈ ബംബെ ഹെഡ് എന്നൊക്കെ എഴുതി വെക്കുന്നത്. ബംബെ ഹെഡ്, അതായത് പമ്പ് ഇങ്ങനെ
ഉയർന്ന സ്ഥലം, സ്കൂളൊക്കെ ഉള്ളത് കാരണം സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി മുമ്പിൽ ബമ്പുണ്ടെന്നാണ് ഈ പറയണത്, അല്ലെങ്കിൽ കുഴിച്ചിട്ടേക്കും ഹമ്പെന്നും പറഞ്ഞ്. അതെ, പക്ഷേ നമ്മൾക്ക് ട്രാഫിക്കിൽ കാണിക്കും നമ്മൾ മുമ്പിൽ അതുണ്ടെന്ന്. പക്ഷേ ജീവിതത്തിൽ അതുപോലെ ട്രാഫിക് സൈനൊന്നുമില്ല. ഇതിങ്ങനെ ഓടിച്ചു പോയേ ഉള്ളൂ. തട്ടിക്കളയുമ്പോഴാണ് നമ്മൾ സകടം പറയണത്. അപ്പോൾ അതുകൊണ്ട് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊടുന്നനെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പൊടുന്നനെ. അപ്പോൾ അത് പൊടുന്നനെ ഉള്ളത് കാരണം നമ്മൾ പ്രിക്കോഷ്യസ് ആയിരിക്കണം വിഷയം. ഇപ്പം നിങ്ങളോർക്ക് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്താ കുഴപ്പം? കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ഇത് വിഷയമൊന്നുമില്ലല്ലോ, കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. ഞായറാഴ്ച കുർബാന, കുമ്പസാരം അതെല്ലാം ഉണ്ടല്ലോ, കുഴപ്പമില്ല. നമ്മളിങ്ങനെ മക്കളെ പ്രാർത്ഥിക്കണില്ലേ? ഉണ്ട്, മക്കളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമന്ത്രി എന്താ വിളിച്ച് പറഞ്ഞത്? എണ്ണ ഉള്ളൊരു സൂക്ഷിച്ച് വെക്കണം, കയ്യിൽ പെട്രോളോ വല്ലതും ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കണം, ഭക്ഷണം ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കണം. ഒരു ഇൻ്റർനാഷണൽ ലോക്ക്ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് സംഭവം. അപ്പം നേരത്തെ നമുക്കൊരു അറിവ് തരണതാണ് ഈ സംഭവം. പക്ഷേ ഇതുപോലുള്ള അറിവ് ബൈബിൾ തരണത് പൊടുന്നനെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്നാ ചെയ്യണം? ഈ പൊടുന്നനെ എന്ന് പറയുമ്പോൾ പൊടുന്നനെ വരുമ്പോൾ തന്നെ കാക്ക നോക്കറിയും മുണ്ടി കൊണ്ടാലേ അറിയത്തുള്ളൂ, പറഞ്ഞാൽ കൊണ്ടറിഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഫേസ് ചെയ്യാനുള്ളൊരു മാർഗം നേരത്തെ ഈ മെഴുത്ത പശുക്കളെ കാണുമ്പോൾ തന്നെ മെല്ലിച്ച പശുക്കൾ വരുന്നുണ്ടെന്ന് ബോധം വേണം നമുക്ക്. ജോസഫിൻ്റെ സ്വപ്നം അതല്ലേ? അല്ലേ? മെഴുത്ത പശുക്കളാണ് ആദ്യം മെല്ലിച്ച പശുക്കളല്ല സ്വപ്നം കാണുന്നത്. ജോസഫ് സ്വപ്നം കാണുന്നത് ആദ്യം മെഴുത്ത പശുക്കളാണ് സ്വപ്നം കാണുന്നത്. ആ മെഴുത്ത പശുക്കളെ സ്വപ്നം കണ്ട് 7 പശുക്കളെ കാണും. അതിനുശേഷം മെല്ലിച്ച പശുക്കളെ കാണും. മെല്ലിച്ച പശുക്കൾ വന്ന് മെഴുത്ത പശുക്കളെ തിന്നുകളയും. അപ്പോൾ ഈ ഫറവോ പറയും, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ പറയും, സ്വപ്നക്കാരൻ ജോസഫ് ഒരുത്തനുണ്ട്, അതിനോട് ചെന്ന അങ്ങനെ വിളിപ്പിച്ച കാര്യം പറയും. അപ്പോൾ ജോസഫിനെ വിളിപ്പിച്ചപ്പോൾ ജോസഫ് പറയും, മെഴുത്ത പശുക്കൾ അഭിവൃദ്ധിയുടെ 7 കൊല്ലമാണ്. അപ്പോൾ നമ്മൾ ബെയർ ഹൗസ് ഉണ്ടാക്കണം, നമ്മുടെ പാടശേഖരങ്ങളെല്ലാം പൂത്തൊലയും നിറച്ച് വിളവുണ്ടാകും. പക്ഷേ നമ്മളത് സൂക്ഷിച്ച് വെക്കണം. എന്താണ്? മെല്ലിച്ച പശുക്കളുടെ ക്ഷാമത്തിൻ്റെ കാലം വരുന്നുണ്ട്, 7 വർഷം. അപ്പോഴത് ഫറവോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥയും. സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട്, അതാണ് വിശേഷ വിദ്യയെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലെ? ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മത്തായി 5:46-47. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സഹോദരനെ മാത്രമേ സ്നേഹിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടുള്ള മിനിമം പ്രോഗ്രാമിൽ ജീവിച്ചാൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ഇപ്പോൾ ചിലർ ഉടമ്പടി എടുക്കണില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല എന്ന് പറയും. അതാണ് പ്രശ്നം. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ ഉടമ്പടി എടുക്കണില്ലേ, അപ്പോൾ കൂടെ വന്ന് താനിട എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഈ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടത്. എന്താ കാര്യം പൊടുന്നനെ ഉണ്ടാവും. ഒരിക്കലും ഉടമ്പടി എടുക്കണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ കാര്യം മോശകരമായിട്ടുള്ളത് സംഭവിക്കാൻ പോകുന്നോ, കരുതലോടെ ഇരിക്കാനാണ് എൻ്റെ അർത്ഥം. ആരെങ്കിലും നിങ്ങളോട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ ഈ കാണുന്ന അന്തരീക്ഷം മാറാൻ പോകുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു, ന്യൂനമർദ്ദം വരാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങിയിരിക്കാൻ പറയാം. എന്തെല്ലാം സംഭവം നടക്കണമെന്നറിയോ?
ഒരു ദിവസമേ ഒരു തഹസിൽദാർ എന്നെ കാണാൻ വന്നു. തഹസിൽദാർ. അപ്പോൾ തഹസിൽദാറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ പൊടുന്നനെ വന്ന പ്രശ്നമാണ്. ഒരു സുപ്രഭാതത്തിൽ തഹസിൽദാർ സസ്പെൻഷനായി. അപ്പോൾ സസ്പെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സസ്പെൻഷൻ കിട്ടാനുള്ള കാരണം അത് നിങ്ങൾ അറിയണമല്ലാണ്, കൈക്കൂലി വാങ്ങിക്കുന്നില്ലെന്നും ഞാൻ സസ്പെൻഡായത്. കൈക്കൂലി മേടിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു രീതി എന്ന് പറയണത്, ഒരു യൂണിയനിലും ഇല്ല കക്ഷി ഒരു യൂണിയനിലും ഇല്ല. യൂണിയനില്ലാതെ ഒരുമാതിരിപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇയാളെ കുറച്ച് വേറിട്ട ടൈപ്പ്. ഇവിടെ പറയണത് യൂണിയൻകാരല്ലല്ലോ എനിക്ക് ശമ്പളം തരണത്, സർക്കാരല്ലേ, അതിന് ഞാൻ മാന്യമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്, പിന്നെ യൂണിയൻ്റെ ആവശ്യം എന്ത്? ആ രീതിയിൽ പുള്ളിക്കാരൻ യൂണിയനിലുമില്ല. പിന്നെ വേറെ ഒരു പ്രസവമൊക്കെ പുള്ളി ചെയ്യും. പുള്ളി ചെയ്യുന്ന പ്രസവം എന്ന് പറയണത് ഈ ബന്ദ്, അതുപോലെ തന്നെ ഹർത്താൽ. ഇപ്പോഴല്ലേ ഈ ബന്ധമൊക്കെ കുറഞ്ഞത്, അന്ന് മുട്ടിന് ഹർത്താലായിരുന്നു ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ ഇത് യൂണിയൻകാർ ഓരോ ഹർത്താലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെല്ലാം ഓഫീസിൽ വന്നില്ലെങ്കിലും ഇയാൾ കൃത്യമായിട്ട് ഓഫീസിൽ വരും. അവസാനം യൂണിയൻകാർക്ക് ഇങ്ങനൊരു കരടായി. ഇവനിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് പണി കൊടുക്കാൻ എളുപ്പമാണല്ലോ, കാര്യം വകുപ്പ് മന്ത്രിയും കാര്യങ്ങളെല്ലാം ഇവിടെ കയ്യിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് വിജിലൻസ് വന്ന് അപ്പം തന്നെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാത്തിനെയും പുറത്താക്കി. ഇയാളുടെ മേശവിരി എല്ലാം മേശയെടുത്ത് ആക്കുവെല്ലാം മേടിച്ച് എല്ലാ അക്കൗണ്ട് ബുക്കെല്ലാം എടുത്ത് റിപ്പോർട്ട് ബുക്ക് എടുത്ത് അനുദിന സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കി എല്ലാ സാധനം എടുത്ത് ഓഡിറ്റ് ചെയ്ത് സ്പോട്ടിൽ കുറേ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ സസ്പെൻഷനായി. വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് പിന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കണേ പിന്നെ തെറ്റിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ, തെറ്റാക്കവരുണ്ടായിക്കൊള്ളൂ. അതാണ് വിഷയം, തെറ്റക്കാരുണ്ടായിക്കൊള്ളൂ. കാരണം ആ ബേസിലല്ലേ ഈ ഇപ്പോൾ വന്നിരിക്കണത്. ഇയാൾ വെള്ളത്തിലായി. ഇയാൾക്ക് ഭയങ്കര സങ്കടം. കാര്യം പുള്ളിക്ക് മിനിമം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇത് 96-ലോ 97-ലോ കേസായത്. അപ്പോൾ ഇയാൾ കുടുംബ പ്രാർത്ഥനയുണ്ട്, വൈഫുണ്ട്, 2 മക്കളുണ്ട്. അവർ പള്ളിയിലൊക്കെ പോവും, ഞായറാഴ്ച പള്ളിയിൽ പോവും. അപ്പോൾ ഒരു നോർമൽ കുടുംബമായി ശരിക്കും പറഞ്ഞാൽ. ഞായറാഴ്ച ഒന്നും പുള്ളി മിസ് ചെയ്യത്തില്ല. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതേ, ഞാനിങ്ങനെ വളരെ മര്യാദക്ക് മാന്യമര്യാദക്ക് ജീവിക്കുന്ന ഒരാളാണല്ലോ, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, പക്ഷേ എനിക്കിങ്ങനെ വന്ന് പോയില്ല അച്ഛാന്ന് പറയും. എനിക്കിങ്ങനെ വന്നു. അപ്പോൾ പുള്ളിക്ക് സങ്കടമാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയണമെങ്കിലും പുള്ളിക്ക് സങ്കടമാണ്, ധർമ്മരോക്ഷമാണ് ശരിക്കും. ദൈവത്തോടും രോഷമുണ്ട് പുള്ളിക്ക്. ദൈവത്തിനൊപ്പം ജീവിച്ചിട്ട് ദൈവം എന്നെ സംരക്ഷിച്ചില്ല എന്നുള്ള സങ്കടമുള്ളെങ്കിലേക്ക്, ദൈവത്തിനൊപ്പം ജീവിച്ചിട്ടും ദൈവം എന്നെ സംരക്ഷിച്ചില്ലല്ല. എന്നെ കാട്ടാളന്മാർ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഞാൻ ഔട്ടായില്ലേ. ഇതെല്ലാം പ്രശ്നം. ഇതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. ഇയാളെ വൈഫിന് ഇയാളെ താല്പര്യമില്ല. എന്ത്? വൈഫിന് ഇഷ്ടമാണ്, അവർ വരുമ്പോൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് ഇയാളൊരു ആണല്ലെന്നാണ് പറയണത്. വേറെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നുമില്ല. പുള്ളി ആണെന്ന് പറയുന്ന ആൾ കൈക്കൂലി വാങ്ങിക്കുന്ന ആളായിരിക്കും. അതാണ് പ്രശ്നം. അത് വേറൊരു വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തി എക്സൈസ് ഓഫീസറാണ്. ഭാര്യയുടെ അനിയത്തിയുടെ ഈ വൈഫിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് എക്സൈസ് ഓഫീസറാണ്. അപ്പം അവിടെ നമുക്കറിയാമല്ലേ, കിമ്പളൊക്കെ കിട്ടും. അവർക്ക് കാറൊക്കെ ഉണ്ട്. മക്കളും അപ്പനും അമ്മയും കൂടിയൊക്കെ ടൂറിനൊക്കെ പോവും. ശനിയാഴ്ചയൊക്കെ അവർ പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ്. ഇവർക്ക് കാറൊന്നുമില്ല. അയാൾക്കൊരു പഴയ ലാംബി സ്കൂട്ടറാണ് ഉള്ളത്. ഇയാൾക്ക് കൈക്കൂലിയൊന്നും മേടിക്കാത്ത കാരണം ഇയാൾക്ക് ഉള്ള ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ്. അപ്പം തന്നെ ഈ അനിയത്തിൻ്റെ വീട്ടിലൊന്നും അടിയന്തരം ഉണ്ടായി ഇവർ പോകത്തില്ല. പോയി അവിടെ പോയി നാറാൻ കഴിയില്ലെന്നും പറഞ്ഞ് പോകത്തില്ല. അവരെ 10 ക്ലാസ് കാണേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവർ ഇങ്ങനെ ഒതുങ്ങിപ്പോകുകയാണ്. ഈ ഒതുക്കത്തിന് മുഴുവൻ കാരണം ഈ മഫനായ ഭർത്താവാണല്ലോ എന്നാണ് ഭാര്യ പറയണത്. അപ്പോൾ ഇപ്പോഴെന്നാ പറ്റി? ആ ശമ്പളവും പോയി. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഒരു വരുവൊക്കെ ഇടായി. അപ്പോൾ പിന്നെ പുള്ളിക്ക് വൈഫിനൊരു അവസരം കിട്ടി. അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് BSc ബോട്ടണിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ്
മമ്മിയുമായിട്ടാണ് കണക്ഷൻ എപ്പോഴും പുള്ളിക്ക്. മമ്മി എനിക്ക് ഊട്ടിയിൽ പോകണം, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണം, സ്റ്റഡി ടൂറാണ്, 3000 രൂപയോടെന്ന് പറഞ്ഞു. അപ്പം മമ്മി എടുത്ത് കൊടുക്കണതാണ് സാധാരണ അവരുടെ രീതി. പക്ഷേ ഇപ്പം ഡാഡി പ്രതിയല്ലേ, 5 പൈസ കയ്യിലില്ലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വലിയ സത്യവാൻ സാവിത്രി കളിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഡാഡിയെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയമാണ് അമ്മക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ ഉടനെ മകളോട് പറഞ്ഞു, പോയി ചോദിക്കുക അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. പോയി ചോദിക്കുക അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഡാഡി എനിക്ക് 3000 രൂപ വേണം. അപ്പോൾ ഡാഡി പറഞ്ഞു, ഞാനിവിടെ പോകാൻ എൻ്റെ ശമ്പളം ഇല്ലാതിരിക്കുകയാണ്. അപ്പം അതിന് മറുപടിയും അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത്രയും നാൾ വിശുദ്ധി കളിച്ചതിന് കിട്ടിയ അത് പറയാൻ വേണ്ടിയാണ് ഈ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണത്. എൻ്റെ മക്കളെ, ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം കർത്താവ് പറഞ്ഞാൽ ശരി. എന്താണ് അന്നാളുകളിൽ പെട്ടെന്ന് എന്ത് പറ്റും? നിങ്ങൾ ആരെയും വിശ്വസിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഇരിക്കരുത്. പെട്ടെന്ന് എന്താ സംഭവിക്കണത്? പെട്ടെന്ന് സൂര്യൻ തണുത്തു പോകും. അതാണ് വിഷയം. സൂര്യൻ തണുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ സൂര്യൻ തണുത്താൽ മൊത്തം മരവിച്ചു, ജീവിതം മരവിച്ചു പോകും പൊടുന്നനെ. അതാണ് ജീവിതം. സൂര്യൻ തണുത്തു പോകും. പിന്നെന്താ പറയണത്? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ചന്ദ്രൻ പ്രകാശം തരത്തില്ല. ആ വിഷയം. ഇപ്പം സഹസാറ് 2 ഒത്ത് ഭാര്യയാണ് അവിടെ ഉണ്ടായിരുന്ന സൂര്യൻ. എന്ത് പ്രശ്നം വന്നാലും താങ്ങാനുള്ളത് ഭാര്യയായിരുന്നു. അവരിപ്പോൾ സൂര്യനായിട്ട്, പക്ഷെ അവരിങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ പ്രകാശം തരുന്നില്ല. സൂര്യൻ പ്രകാശം തരുന്നില്ല. പിന്നെന്താണ്? ചന്ദ്രൻ, മകളാണ് അവിടെ നിൽക്കണത്. മകളും അതായത് എന്തെങ്കിലും സംഭവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ചെയ്യണത്, ജനങ്ങളെ എപ്പോഴും ഞാൻ ഡിറ്റാച്ച് ചെയ്യും. ജനങ്ങളെ എപ്പോഴും ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ പറയും എപ്പോഴും ആൾക്കാരോട്. ഞാൻ പറയണതല്ല, കർത്താവ് ആ ഒരു ലെവലിലാണ് പറയണത്. അറ്റാച്ച് ചെയ്യുന്നവരോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഡിറ്റാച്ച് ആയിരിക്കണം, പണി ഏത് സമയത്തും വരുന്നുണ്ടെന്ന് പറയും. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം അമിതമായി നിങ്ങൾ ആരെയും ആശ്രയിക്കരുത്. ഇനി ആരെയെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ ലവ് മാരേജിനൊക്കെ ഞാൻ അത്ര കണ്ട് അനുകൂലമുള്ള ആളല്ല. ചില പെട്ടുപോയാൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഈ അഫയർ ലെവലിൽ ദൈവം ഒരു കക്ഷിയല്ല. അതാണ് പ്രശ്നം. ദൈവം ഒരു കക്ഷിയല്ല. ഇവരാണെങ്കിലും വേറെ ഒരു സങ്കല്പ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് ആ സങ്കല്പത്തിലും ദൈവമൊന്നുമില്ല. ഇനി ദൈവം വേണമെങ്കിൽ അവരുടെ കാര്യം നടത്തി കൊടുത്താൽ മാത്രമേ ദൈവത്തിന് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു മോഹവലയത്തിൽ ചെന്ന് ആൾക്കാർ ചെന്ന് ചാടും. ഈ ആൾക്കാരെ നമ്മൾ സഹായിക്കാൻ പാടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം നമുക്കറിയാമല്ലോ, പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും മരുന്ന് കയറണില്ലല്ലോ, മരുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മെഡിസിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡോക്ടർ MBBS MD FRCP എന്നൊക്കെ പറഞ്ഞാലും പേഷ്യൻ്റ് മരുന്ന് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനം ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അപ്പം അപ്പം ഡോക്ടറിന് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പേഴ്സൺ, വ്യക്തി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പേഴ്സണെ നോക്കത്തുള്ളൂ. എന്താ കാര്യം? പേഴ്സൺ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ റെഡിയാണെന്ന് നോക്കും. എനിക്കത് പറ്റത്തില്ല, ഈ ജന്മത്തിൽ ഇവളെ കൊണ്ട് കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നെങ്കിൽ ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ വിഡ്രോ ചെയ്ത് കളയും. ഇല്ല, നമുക്കത് വർക്കൗട്ട് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ചീട്ട് കൊടുത്തു വിടും. നിങ്ങൾ ഇനി ഇടിച്ചു തല്ലി അവിടെ പോയി നിൽക്കേണ്ട, ഈ ചീട്ടിൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഈ 15 ദിവസം കഴിയുമ്പോൾ കാണാമെന്ന് പറയും. കാര്യം എനിക്ക് ഹോപ്പുണ്ടാ, ഇപ്പോഴെങ്കിലും നാളെ ദൈവമായിട്ട് പ്രവർത്തിച്ച് ഇയാളെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയാം. അല്ലെങ്കിൽ അല്ലാത്ത ചീട്ട് മേടിച്ചിട്ട് ആളൊക്കെ അനുസരിച്ച് വിടും. അല്ലാത്തവർക്ക് പിന്നെ 3 മാസം കഴിഞ്ഞല്ലേ പിന്നെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിഷയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ പറയും, ഇവൻ പ്രാർത്ഥിച്ച് എടി കല്യാണം എന്നടി, കല്യാണം പറ്റുന്ന ചെറുക്കൻ വട്ടണം കേട്ടാ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ചെറുക്കൻ വട്ടാളെന്ന് അപ്പം എനിക്ക് കർത്താവ് കാണിച്ചു തരുന്നത് വട്ടാളെന്ന്.
ഒരു സന്ധ്യയപ്പോൾ ആൾക്കാർ ഒരു 10-20 പേരിൻ്റെ മേടക്കരി വന്ന്, അച്ഛ കാശെല്ലാം കൊടുത്ത് ശ്രീധരൻ പോയി, ഇപ്പം അച്ഛൻ വട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെവിടെ പോകാനാണ്. ഞാൻ പറഞ്ഞു, മക്കൾ ചാടതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ആരാ അന്വേഷിക്കാൻ പോയത്? മിസ്റ്റർ അടിക്കാൻ പോയതാണ്, അന്വേഷിക്കാൻ പോയതാണോ? ഈ അന്വേഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്ത് ഇറങ്ങണാനൊക്കെ വെറുതെയാണ്. അതിന് ആളെ ഒപ്പിക്കാൻ പോയി, അങ്കിളല്ലേ, ചിറ്റപ്പനല്ലേ, അമ്മായിയല്ലേ, അമ്മായിനെ വിളിച്ചില്ല, പിന്നെ കല്യാണത്തിന് വരത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ കെട്ടിയെടുത്ത് തന്നെയാണ്. അല്ലാതെ അത് പലരും അന്വേഷിക്കുന്നുണ്ടാ? ഒരു മനുഷ്യനും അന്വേഷിക്കില്ല. അതിൻ്റെ വേറെപ്പെട്ട അന്വേഷിക്കണ്ടേ? അതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഇവരെ വിടണം നമ്മളെ. ചെന്നപ്പോൾ എന്താണ്, പക്ക വട്ടാണ്. ഇപ്പം കുഴപ്പമില്ല, പക്ഷെ വട്ട ഏ സമയത്തും വരുമെന്ന് പറഞ്ഞു. ഇപ്പം അതാണ് അവതാരം. പിന്നെ ആ കാശെല്ലാം തിരിച്ച് മേടിച്ച് ആ സാധനം അതായത് ചില സമയത്ത് അതിപ്പോൾ അത് അറേഞ്ച്ഡ് മാരേജ്. ഇത് പ്രണയ വിവാഹമാണെങ്കിൽ ഞാൻ വട്ടാണെന്ന് പറഞ്ഞാൽ അവൾ പറയും അച്ഛനെയാണ് വട്ടെന്ന് പറയും. അതാണ് വിഷയം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. അവർ മാറത്തില്ല, അത് മാറത്തില്ല. അവിടെ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല. അതാണ് അതിൻ്റെ അകത്തൊരു കുഴപ്പം. അതുകൊണ്ട് ഈ കേസൊന്നും ഞാൻ എടുക്കത്തില്ല. ദൈവത്തിന് സ്പേസ് ഇല്ല. ഞാനെന്തിനാണ് ഇത് 40 വർഷമായി ഇപ്പം സംഭവിച്ചിട്ടാണ് നടക്കുന്നത്. പരമാവധി എല്ലായിടത്തും ഇതിട്ടാണ് നടക്കുന്നത്. എന്താ ഞാൻ അച്ഛനാണെന്നുള്ളത് ഞാൻ തന്നെ അംഗീകരിച്ച് മറ്റുള്ളവരെ കൊണ്ടും അംഗീകരിപ്പിച്ച് നടക്കുക. എന്താണ്, ഇതൊരു ശുശ്രൂഷ ജീവിതമാണ്. ആ തുണിയില്ലാതെ കുറിച്ച് കിടക്കണതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ജീവിത സമർപ്പണമാണത്. എനിക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പോൾ അവന് ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? അവനിതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ മനുഷ്യന്മാരെ നോക്കത്തില്ല. കർത്താവിന് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ഞാൻ നോക്കും. അതാണല്ലോ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം. ഇത് ഒരു ബയലാറ്റർ ആയിട്ടുള്ള ഒരു ദൈവമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്, എല്ലാവരുടേതും. എൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണെന്ന് ദൈവത്തിന് തോന്നണം. അപ്പം തഹസിൽദാറിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞ തഹസിൽദാറെ, സാറിന് പണി ചെയ്യും, കർത്താവ് വിശേഷ വിദ്യയായി എന്താണ് ചെയ്യണമെന്നല്ലേ ചോദിച്ചിരിക്കണത്. ഇനിയിപ്പോൾ സമയമുണ്ടല്ല. പണ്ടല്ലേ നിങ്ങൾ 8 മണിക്ക് പോയി ഓഫീസിലിരിക്കുന്ന പാർട്ടിയാണ്. 10 മണിക്കാണ് ഓഫീസെങ്കിൽ 9 മണിക്ക് മനുഷ്യൻ അവിടെ ഉണ്ടാവും. ആ ഉള്ള ചോറും ചോറ്റുപാത്രത്തിലെടുത്ത് ഉള്ള തോരനും എടുത്ത് അവിടെ പോയി ഇരിക്കുകയും വേറെ 5 പൈസ ചായക്ക് പോലും 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. അല്ല, പുള്ളി കഴിക്കത്തില്ല. പുള്ളി അത്ര ഒതുങ്ങിയ ജീവിതമാണ്. ഇപ്പോൾ എല്ലാം പൊട്ടി പാളിഷായി. ഞാൻ പറഞ്ഞു, ഇനിയൊരു പണി ചെയ്യും, നിങ്ങൾ തന്നെ ധ്യാനത്തിൽ പോയിരിക്കുക. എവിടെയെങ്കിലും ഒരു ധ്യാനം കണ്ടുപിടിച്ച് പോയിരിക്കുക. ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് വരാം. ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് വന്ന് പിന്നെ പുള്ളി ഒരു പണിയും കണ്ടുപിടിച്ച് എന്താണ്, പിന്നെ പുള്ളി എല്ലാ ശനിയാഴ്ചയും ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് കൃപാസനമൊന്നും ഇവിടെ ഇല്ല. ഈ സ്ഥലം നമുക്ക് കിട്ടുന്നത് 97-ലാണ്. ഇത് 96-ലോ 95-ലോ വിഷയമാണ്. അപ്പം ഈ മനുഷ്യൻ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ തുടങ്ങി. എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പോലല്ല. ദൈവം ആ പ്രാർത്ഥിക്കുന്ന ചില കാര്യത്തിൽ നമ്മൾ ഈ കപ്പലണ്ടിയും കശുവണ്ടിയും പോലെ ചൊള്ളായിരിക്കും. നമ്മളൊരു 100 സ്വർഗസ്ഥനായി ചെല്ലിയാൽ മിക്കവാറും 90 ചൊള്ളായിരിക്കും. നമ്മൾ ചെല്ലണതൊന്നും ശ്രദ്ധയില്ലാതെ ചെല്ലണതും പിന്നെ ആ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കണില്ലെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. ഈ പറയണ കാര്യമൊന്നും നമ്മൾ വിശ്വസിക്കണില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. ചൊള്ളു പ്രാർത്ഥനയാണ് കയറ്റി വിടണത്. അതുകൊണ്ട് നല്ല ശരിക്കും റിജക്ഷൻ ഉണ്ട് അതിൻ്റെ സ്ഥാനം. പക്ഷേ ഈ പ്രവർത്തനം വന്നാൽ അതിൻ്റെ അകത്ത് ചൊള്ളില്ല. ഈ മനുഷ്യൻ ചെയ്യുന്ന മൊത്തം സത്യമാണല്ല. കുറേ മനുഷ്യർ ഈ മനുഷ്യൻ വഴി രക്ഷപ്പെടാൻ തുടങ്ങി. കുറേ കുടുംബങ്ങൾ സമാധാനത്തിൽ വന്ന്, കുറേ പുള്ളിക്ക് ആസ്തിയായി, ദൈവതിരുസന്നിധിയിൽ പിടിപാടായി. കർത്താവ് ഹൈക്കോടതിയെ കൊണ്ട് സ്വന്തമായിട്ട് ഈ മനുഷ്യനെതിരെ അന്വേഷണം വെപ്പിച്ചു. അതാണ് രസം. ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയ വക്കീൽ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഇങ്ങനെ സെല്ലുണ്ട്, ആ സെല്ലോട് ബന്ധപ്പെട്ട 5 പൈസ മുടക്കാതെ അന്വേഷണം വരും. അന്വേഷണ റിസൾട്ട് വന്നപ്പോൾ ഈ മനുഷ്യൻ കുറ്റക്കാരനുമല്ല, മുൻകാല പ്രാബല്യത്തോടെ ശമ്പളവും കിട്ടി, അരിയറിൻ DAയും എല്ലാ സാധനവും കിട്ടി, തിരിച്ചു കിട്ടി, കർത്താവിനെയും കിട്ടി. അതാണ് വിഷയം. കർത്താവ് ഇത്തിരി കമ്മിയായിരുന്നല്ലോ ഇങ്ങേരുടെ ജീവിതത്തിൽ. ഇപ്പം കിട്ടിയപ്പോഴുണ്ട്, എല്ലാം കൂടി കിട്ടി. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, തണൽ മരങ്ങൾ ഒത്തിരി യോനാ പ്രവാചകനെ പോലെ തണൽമരത്തിൻ്റെ അടിയിരുന്ന് സൂഹിക്കരുത്. വെട്ടപ്പെടാനും കിട്ടും. തണൽമരം എന്ന് പറഞ്ഞ് വെട്ടപ്പെടാനുള്ള സാധനമാണ്. നിങ്ങൾ അമിതമായി തണൽ മരങ്ങളെ ആശ്രയിക്കരുത്. ബൈബിൾ നമുക്ക് നൽകുന്നൊരു പാഠമാണ്. അന്ന് ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കണ്ടെത്തിയെന്നാണ് പറയണത്. കാര്യം നീ സത്യസന്ധ. ഇപ്പം ഈ തഹസിൽദാർ ജീവിതത്തിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു.
അതുകൊണ്ടാണ് ആ മനുഷ്യനെ ഈ ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ദൈവം കണ്ടെത്തിയത്. ഈ സത്യസന്ധതയും തട്ടിപ്പൊന്നുമില്ല, ആ വൃത്തിമനയൊന്നും ഇല്ലാണ്ട് ജീവിക്കണമെങ്കിൽ ആ ആളെ ലീവ് ചെയ്താൽ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും പിടിച്ചു നിൽക്കുന്നവനെന്ന് പറയണത് ദൈവതിരുസന്നിധി പിടിച്ചു നിൽക്കാൻ നല്ല ശരിക്കും പാടാണ്. ശ്രദ്ധയോടെ പിടിച്ചു നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അത് ഇപ്പം എന്താ നമുക്ക് പറ്റിയിരിക്കണം, എനിക്ക് നിങ്ങൾ പലക്കും ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറയും. കർത്താവ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുഴുവനും ഈ ക്ഷമ വെച്ചാണ് ആൾക്കാർ നശിച്ചിരിക്കുന്നത്. എന്തുമാത്രം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്യാനാണ്. ഈ ആൾക്കാരെല്ലാം നശിച്ചിരിക്കണത് എന്താണ്? ദൈവം ക്ഷമിച്ചോളൂ എന്നാണ്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഞാനൊരു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ആരോടും ക്ഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞ്, പക്ഷെ അതേസമയം തന്നെ ഫലത്തിൽ അവരവർ ചെയ്യുന്ന വിഷയങ്ങൾ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ മേടിക്കും. ആ കാര്യത്തിൽ മുഖം നോട്ടം ഇല്ല. കൊളോസിയൻസിൻ്റെ 3:25 അപ്പോൾ ഈ ഒരു വചനം മാത്രം കേട്ടുകൊണ്ട് നമ്മൾ അവിശുദ്ധമായ ജീവിതത്തിന് ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. ഉടമ്പടി നിങ്ങളെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി, അതുവഴി നിങ്ങളുടെ എല്ലാ നിത്യത വരെ നിങ്ങളെ നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതിയാണ് എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളഞ്ഞിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന
അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി
എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നീരാ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ആന്തരിക കർണ്ണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. പാപത്താൽ എന്നെ നീരെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നീരെ പാണിയാൽ പിടിച്ചെടുത്തു. പാവാനീണം തന്നു പാപത്തിൽ കരപോക്കി, പാവാനീണം തന്നു പാപത്തിൽ കരപോക്കി. രക്ഷിച്ചതാ എന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധന. രക്ഷിച്ചതാ എന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധന. കരങ്ങൾ ഉയർത്തിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നീരാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നീരാ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. വാസ്തവത്തിൽ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷ ചെയ്യുന്നവരെയും ദൈവമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകമുള്ള ആലയത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശാന്തവുമായി സൗമ്യമായി കൈകൾ കൂപ്പിക്കൊണ്ട് അർത്താറയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ അവസാനത്തെ ആശ്രയം പോലെ അങ്ങയുടെ തിരുസന്നിധിയിലെ ദൃഷ്ടികൾ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസൻ യജമാൻ്റെ കൈകളിലേക്ക് എന്ന പോലെ, ദാസി സ്വാമിനിയുടെ കൈകളിലേക്ക് എന്ന പോലെ കർത്താവേ, ഞങ്ങളുടെ കൈകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളൂ. കർത്താവിനെ നോക്കുന്നവർ പ്രകാശിതരാകും എന്നുള്ള വചനം ഈ നിമിഷം ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവേ, ഈ സന്ധ്യയിൽ നിന്റെ തിരുമുറുവാടുന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം, ഈ ആരാധനയെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും
ഓരോ മകളുടെ മേലും അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ശിക്ഷ വാങ്ങിച്ചു എന്നുള്ള കർത്താവേ, ലോകത്തിലെ എല്ലാ ഭാരങ്ങളെയും ഏറ്റെടുത്തവനെ കർത്താവേ, മനുഷ്യരാശിയുടെ എല്ലാ തിന്മകളുടെയും എല്ലാ രോഗങ്ങളുടെയും ഭാരങ്ങളുടെ ഏറ്റെടുപ്പുകാരാണ്. അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ബാസനാമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരുടെ വാതിക്കല് നടക്കുന്ന ഈ ആരാധനയുടെ കൈകൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, എല്ലാ ഭൂഖണ്ഡങ്ങളും, എല്ലാ രാജ്യങ്ങളിലും രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അവരുടെ ജീവിത ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. എല്ലാ ജീവിത ദുരിതങ്ങളുടെയും മേലും ദൈവിക ഇടപെടലുണ്ടായി എത്രയും വേഗം എല്ലാ മക്കളെയും സാക്ഷികളാക്കി തീർക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പിതാവേ നന്ദി. സുഖമാക്കണേ ഈശോ, തിരുമുറിവിൽ നിന്നൊഴുകും തിരുച്ചോരയാലെന്നെ സുഖമാക്കണേ ഈശോ. കർത്താവേ, മനസ്സിൽ സങ്കടം കുവിഞ്ഞു കൂടുന്നവരെ, ആരും സഹായിക്കാനില്ലല്ലോ, ഒരു രക്ഷപ്പെടാനുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വരണില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്കെല്ലാം ഈ രാത്രിയിൽ അവർ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ വ്യക്തികൾക്ക് പരിശുദ്ധമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കർത്താവെ, പ്രത്യക്ഷപ്പെടാതെയോ അല്ലാതെയോ അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ഔദാര്യവും കൃപയും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടുവേദനയുള്ളവരെ, നടുവേ കാരണം ജോലിക്ക് പോകാൻ പറ്റാത്തവരെ, വാതരോഗികൾ, കർത്താവ് അസ്ഥി ഉരുക്കമുള്ളവരെ, കർത്താവിൻ്റെ സ്പർശനത്താൽ മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്വാസകോശ രോഗികൾ, സ്പൈനൽ കോഡിൻ്റെ അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, കർത്താവ് ബ്രെയിനിലെ കുരുക്കളും മുഴകളും ഉള്ളവർ, ഉദരരോഗികൾ, ഹൃദയരോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ തിരുമുറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിരങ്ങ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളം ദൈവശക്തിയാൽ മാറിയ രോഗങ്ങൾ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. യേശുവേ നന്ദി. തിരുമുറിവിൽ നിന്നൊഴുകും തിരുച്ചോരയാലെന്നെ സുഖമാക്കണേ ഈശോ, തിരുമുറിവിൽ നിന്നൊഴുകും തിരുച്ചോരയാലെന്നെ സുഖമാക്കണേ ഈശോ. എൻ്റെ മക്കളെ, നിങ്ങളെ വേദനിക്കുന്ന വിഷയം, നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ, വേദനിക്കുന്ന കാര്യങ്ങൾ, അത് രേഖകളാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടപടിക്രമങ്ങളാകാം, അല്ലെങ്കിൽ കേസുകളാകാം, അല്ലെങ്കിൽ ജോലി സാധ്യതയാകാം, അല്ലെങ്കിൽ പഠനങ്ങളാകാം, പരീക്ഷയാകാം, പരീക്ഷ മാർക്ക് കുറഞ്ഞതാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രേഖകളുടെ തടസ്സങ്ങളാകാം. എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളിപ്പോഴ് അങ്ങയുടെ തിരുസനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അനേകം മക്കൾ ഇപ്പോഴും കർത്താവെ നിന്നെ ആശ്രയിച്ചു
അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സാമ്പത്തിക ബാധ്യതകളെ കുരുങ്ങുന്നവർ, മക്കൾ ഓർത്ത് വേദനിക്കുന്നവർ, കർത്താവ് വിവിധങ്ങളായ ജീവിത മാർഗമില്ലാത്തവർ, ജീവിതമാർഗം മുടങ്ങിയവർ, വരുമാന മാർഗമില്ലാത്തവർ, വരുമാന മാർഗം മുടങ്ങിയവർ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പോയിക്കൊണ്ട് ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മുട്ടലിക്ക് മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പെസഹ വേഴം, പെസഹ വെള്ളി, പെസഹ ശനി, ഉയർപ്പ് ഞായർ, ഈ 4 ദിവസവും കൃപാസനത്തിലെ പ്രത്യേക ശുശ്രൂഷകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ കൃപാസനം ഓപ്പണായിരിക്കും. ആർക്ക് വേണമെങ്കിലും വന്ന് മൗനമായി പ്രാർത്ഥിക്കാനുള്ള ഇടമുണ്ടായിരിക്കും. രണ്ടാമത്തത്, മെയ് മാസം അടുത്ത് വരികയാണ്. മാതാവിൻ്റെ വണക്കം കൃപാസനത്തിലെ ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്ന 2 മാസങ്ങളാണെന്ന്. ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് 2 മാസങ്ങളാണ്, ഒക്ടോബറും മെയ്യും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ആ അമ്മയെ ജീവിക്കുന്നവർക്ക് മെയ് മാസത്തിൽ എല്ലാ ദിവസവും വണക്കം ഉണ്ടാകും. ഓരോരുത്തരുടെ ഉടമ്പടി വെച്ച വിഷയങ്ങളെല്ലാം സ്വാംശീകരിച്ചും ക്രമീകരിച്ചും മാതാവിൻ്റെ തിരുസേന വണക്കമായി സമർപ്പിച്ചിട്ട് ഓരോ വീടിൻ്റെ പേരിലും വണക്കമെടുത്ത് ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. വണക്കത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി ബന്ധപ്പെടുക. ഏപ്രിൽ 30-ാം തീയതി വണക്കം ആരംഭിക്കും. ആസ്തപ്പാട് മെയ് 31-ാം തീയതി സമാപിക്കും. സമാപന ആശീർവാദം സ്വീകരിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും 2-ാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.